ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താതെ തന്നെ മരുന്നുകളിലൂടെ മാത്രം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം സമീപകാലത്ത് വർദ്ധിച്ചു വരികയാണ്. അതിവേഗം ശരീരത്തിൽ മാറ്റം കാണുന്നതാണ് ആളുകളെ ഇത്തരം മരുന്നുകളിലേക്ക് ആകർഷിക്കുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള പാർശ്വഫലങ്ങളും ഉണ്ടെന്ന് പലരും ചിന്തിക്കുന്നില്ല. അടുത്ത കാലത്ത് മൊത്ത വിൽപ്പനയിൽ 600 കോടിയിലധികം നേടി റെക്കോർഡിട്ട മൗഞ്ചാരോ മരുന്നിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് നോക്കാം. ടൈപ്പ് 2 പ്രമേഹം നിയന്ത്രിക്കുന്നതിന് FDA അംഗീകാരം നൽകിയ മരുന്നാണ് മൗഞ്ചാരോ. ആഴ്ചയിലൊരിക്കൽ ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കുകയാണ് ചെയ്യുക. ഇത് ഉപയോഗിക്കുന്നതിന്റെ ഫലമായി തന്നെ പലരിലും ശരീരഭാരത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അതിനോടൊപ്പം തന്നെ പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കാനും മൗഞ്ചാരോയ്ക്ക് കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും ആരോഗ്യ വിദഗ്ധരെ ആശ്രയിക്കാതെ സ്വയം വാങ്ങി അളവിൽ കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഡയബറ്റിക് മരുന്നാണെങ്കിലും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ശരീരഭാരം കുറയ്ക്കാൻ മാത്രമാണ് മൗഞ്ചാരോ ഉപയോഗിക്കുന്നതെന്നാണ്. അതിന്റെ കാരണം സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് വെഗോവി എന്ന മരുന്നും ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ ഇങ്ങനെ ഉപയോഗിച്ചാൽ പണി കെട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ആളുകളിലാണെങ്കിൽ ഛർദി, മനംപുരട്ടൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി സ്ത്രീകളുടെ കാര്യമെടുത്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ജനന വൈകല്യം, ഗർഭമലസൽ പോലെയുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടായേക്കാം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങളിൽ ഒട്ടും വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം അനിവാര്യമാണ്. അല്ലെങ്കിൽ സ്വയം ചികിത്സിച്ച് കുറേ മനുഷ്യർ ഇങ്ങനെ രോഗികളായി മാറും. മൗഞ്ചാരോയോ വെഗോവിയോ ആരോഗ്യ മേഖലയുമായി ഒരു ബന്ധവുമില്ലാത്ത ആരെങ്കിലുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതാണ് സ്വന്തം തടി കാക്കാൻ നല്ലത്.